നമസ്കാരം. ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിനും അതിനെ തുടർന്നുണ്ടായ വലിയ യുദ്ധത്തിനും വംശഹത്യക്കും ഒരു വർഷം തികയുകയാണ്. ഈ ഘട്ടത്തിൽ ഫലസ്തീൻ അനുകൂലമായി ഗസക്ക് അനുകൂലമായി ലോകത്തെങ്ങും പ്രകടനങ്ങൾ നടക്കുന്നു. ഈ യുദ്ധത്തിലെ രണ്ടു പക്ഷത്തും ചേർന്നുകൊണ്ടുള്ള വലിയ വാഗ്വാദങ്ങളും വിവാദങ്ങളും സംവാദങ്ങളും ലോകത്താകെ നടക്കുകയാണ്. ആദ്യം ചർച്ചകളിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് ഒക്ടോബർ 7 ആക്രമണം അതിനെന്തിനു വേണ്ടിയായിരുന്നു? ഈ ആക്രമണം പശ്ചിമേഷ്യയിലും ലോകത്താകെയും ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ നോക്കുന്നത്. ഒക്ടോബർ 7 വരുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബർ 22 ഒന്ന് കാണണം. സെപ്റ്റംബർ 22 UN പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ പ്രസംഗം. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നിപ്പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 98% അറബികളും ഇസ്രായേലിനൊപ്പമാണ്, ബാക്കിയുള്ള 2% ആളുകൾ മാത്രമാണ് ഉള്ളത്, അത് ഫലസ്തീനികളാണ്. ആ ഫലസ്തീനികളെക്കുറിച്ച് മിണ്ടാതെ അവരെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു ആ പ്രസംഗത്തിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, പുതിയ പശ്ചിമേഷ്യ, ന്യൂ മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു മാപ്പ്, ഒരു ഭൂപടം അദ്ദേഹം അതിൽ കാണിച്ചു. ആ മാപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അതിൽ ഫലസ്തീൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫലസ്തീന് അപ്പുറത്തുള്ള മുഴുവൻ അറബ് രാജ്യങ്ങളും ഇസ്രായേലിനെ പിന്തുണക്കുന്നുവെന്നും ആ പിന്തുണക്കുന്നതോടൊപ്പം തന്നെ 98% അറബികളും തങ്ങളുടെ കൂടെയാണ് എന്നും ഫലസ്തീനില്ലാത്ത വളരെ സ്വതന്ത്രമായ ഒരു പശ്ചിമേഷ്യ, സമാധാനപൂർണ്ണമായൊരു പശ്ചിമേഷ്യ, അതാണ് ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് UN പൊതുസഭയിൽ നെതന്യാഹു അവതരിപ്പിച്ചത്. പൂർണ്ണമായും ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ തന്നെ നിഷ്കാസനം ചെയ്യുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അത്. അതോടുകൂടി ഇസ്രായേലിൻ്റെ അസ്തിത്വം ഉണ്ടാവുകയും ഫലസ്തീൻ ഭൂപടത്തിൽ നിന്നേ മാഞ്ഞു പോവുകയും ചെയ്യുക എന്ന പ്രഖ്യാപനമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പ് നടന്നൊരു കാര്യം കൂടി ഇതിനോട് നമ്മൾ ചേർത്ത് വെക്കണം. അതിൻ്റെ തൊട്ട് 2 ദിവസം മുമ്പ് സെപ്റ്റംബർ 20 നിയോമിൽ, സൗദി അറേബ്യയിലെ നിയോമിൽ സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനുമായി ഫോക്സ് ന്യൂസ് ഒരു അഭിമുഖം നടത്തുന്നുണ്ട്. ഫോക്സ് ന്യൂസിൻ്റെ ബ്രെറ്റ് ബെയർ ആയിരുന്നു ആ അഭിമുഖം നടത്താൻ വേണ്ടി അവിടെ എത്തിയത്. ബ്രെറ്റ് ബെയർ എന്ന് പറയുന്നത് ഫോക്സ് ന്യൂസിൻ്റെ ചീഫ് പൊളിറ്റിക്കൽ ആങ്കറാണ്, വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പറന്നിറങ്ങുകയാണ് അമേരിക്കയിൽ നിന്നും സൗദിയിലെ നിയോമിലേക്ക്. അദ്ദേഹം നടത്തിയ അഭിമുഖം അതുകൊണ്ട് തന്നെ അത്രയേറെ പ്രധാനപ്പെട്ടതായിരുന്നു. ലോകമാകെ ആ അഭിമുഖം കാത്തിരിക്കുകയായിരുന്നു. എന്താണ് MBSന് പറയാനുള്ളത് ഫോക്സ് ന്യൂസിനോട് എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വന്നത് സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധം നോർമലൈസ് ചെയ്യുന്നതിനോട് തൻ്റെ രാജ്യം കൂടുതൽ അടുക്കുകയാണ് എന്നും അതിനുള്ള ദിവസങ്ങൾ അടുത്തു വരികയാണ് എന്നുമുള്ള വാർത്ത വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസായി ഫോക്സ് ന്യൂസ് പുറത്തുവിടുന്നു. ലോകമാകെ അത് ചർച്ച ചെയ്യുന്നു. അപ്പോൾ സൗദി അറേബ്യ കൂടി ഇസ്രായേലിനെ അംഗീകരിക്കുന്നതോടുകൂടി ഫലസ്തീൻ രാഷ്ട്രം തന്നെ ഇല്ലാതാവുകയും ഫലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് തേഞ്ഞു മാഞ്ഞു പോവുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ തരത്തിലുള്ള വാർത്തകൾ സജീവമാകുകയും കൂടി ചെയ്തു അതിന് 2 ദിവസം മുമ്പ് എന്നുള്ളതാണ്. ഈ അഭിമുഖം വന്നതിൻ്റെ തൊട്ടുടനെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഫോക്സ് ന്യൂസിനോട് സംസാരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. തൊട്ടുടനെ തന്നെ ഫോക്സ് ന്യൂസ് നെതന്യാഹുവുമായും അഭിമുഖം നടത്തുന്നു. ഇതുകൂടി സെറ്റിൽ ചെയ്തതിന് ശേഷമാണ് UN പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു സംസാരിക്കുന്നത്. ഇതൊന്ന്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അതിന് മാസങ്ങൾക്ക് മുമ്പ് 2023 തന്നെ ഏപ്രിൽ 4 അൽ-അഖ്സ മസ്ജിദ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇടമാണ്. മുസ്ലിങ്ങൾ അവരുടെ 3ാമത്തെ പുണ്യ ദേവാലയമായി കാണുന്ന ഇടമാണ്. മസ്ജിദ് അൽ-അഖ്സയിൽ ഇസ്രായേലിൻ്റെ വലിയ അധിനിവേശം ഉണ്ടാകുന്നു. അവരെ മുസ്ലിം വിശ്വാസികളെ അങ്ങോട്ട് കയറാൻ അനുവദിക്കാതിരിക്കുന്നു. വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. 100 ആളുകൾ ആ സംഘർഷങ്ങളിൽ കൊല്ലപ്പെടുന്നു. അവിടെ അന്ന് ഒരു മൃഗബലി നടക്കാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു എന്നുള്ളതാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അതിനുശേഷം വീണ്ടും മാസങ്ങൾ പിന്നിട്ടാൽ വീണ്ടും ഒരു മൃഗബലിക്കു വേണ്ടിയുള്ള ഒരു നീക്കം നടക്കുന്നു എന്നുള്ള ഒരു സൂചന കൂടി പുറത്തു വന്നു. സയനിസ്റ്റ് വിശ്വാസപ്രകാരം മസ്ജിദുൽ അഖ്സ നിൽക്കുന്ന സ്ഥലത്ത് പ്രത്യേക വിശേഷണങ്ങളുള്ള ഒരു ചുവന്ന പശുവിനെ അറുത്ത് ബലി നൽകിയാൽ സമ്പൂർണ്ണമായ അധികാരം അവരുടെ കയ്യിൽ വരുമെന്നും പുതിയ ഒരു ഇസ്രായേൽ രൂപപ്പെടും എന്നുള്ളതാണ് വിശ്വാസം. ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള തീവ്ര ദേശീയ ജൂത സംഘടനകൾ പണിയെടുക്കുന്നത് തന്നെ അൽ-അഖ്സ നശിപ്പിച്ച് അവിടെ ഒരു ചുവന്ന പശുവിനെ ബലിയെറുത്ത് ശുദ്ധീകരണ പ്രക്രിയ നടത്തി 3ാമത്തെ ഒരു ജൂത ദേവാലയം അവിടെ പണിയാനാണ്. അതിനുള്ള ഒരുക്കങ്ങൾ കൂടി നടക്കുന്നു എന്നറിഞ്ഞതോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒക്ടോബർ 7 ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഒക്ടോബർ 7 ആക്രമണത്തിന് അവർ അൽ-അഖ്സ ഫ്ലഡ്, തൂഫാനുൽ അഖ്സ എന്ന് പേര് വെക്കുന്നത്. അങ്ങനെയാണ് ഒക്ടോബർ 7 ആക്രമണം നടക്കുന്നത്. ഒക്ടോബർ 7 ആക്രമണം നടന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ തന്നെ ലോക ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കാനും ഫലസ്തീൻ പ്രശ്നം അതൊരു പ്രശ്നമേ അല്ല, ലോകരാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേലിനെ അംഗീകരിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ലോകരാജ്യങ്ങളിലെല്ലാം ഫലസ്തീൻ്റെ പതാകകൾ പാറിക്കളിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നു. ഗസയെ വംശഹത്യ ചെയ്യാനുള്ള ഇസ്രായേലിൻ്റെ നീക്കം ലോകമാകെ നടക്കുമ്പോൾ എന്താണ് ഇസ്രായേൽ പ്രശ്നമെന്ന് ലോകം പഠിക്കുന്നു. 100-ലധികം രാജ്യങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഇസ്രായേലിനെതിരെ അരങ്ങേറുന്നു.
ഫലസ്തീൻ രാഷ്ട്രത്തിനായി അതുകൊണ്ട് തന്നെ നേരത്തെ അംഗീകരിക്കും, ഇസ്രായേലിനെ അംഗീകരിക്കും എന്ന് പറഞ്ഞ രാജ്യങ്ങൾക്കും അംഗീകരിച്ച രാജ്യങ്ങൾക്കും ഫലസ്തീൻ പ്രശ്നം അവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാക്കി മാറ്റേണ്ടി വരുന്നു. ഫലസ്തീൻ രാഷ്ട്രത്തിനായുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. ഫലസ്തീൻ്റെ കൂടെയാണ് എന്ന് അറബ് രാജ്യങ്ങൾക്ക് മുഴുവനും പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതേപോലെ തന്നെ നേരത്തെ ഇസ്രായേലിൻ്റെ കൂടെ നിന്നിരുന്ന രാജ്യങ്ങൾ പലതും ഫലസ്തീൻ പക്ഷത്തേക്ക് മാറുന്നു. സ്പെയിനും അയർലൻഡും നോർവേയും ഫലസ്തീനെ അവരുടെ ഔദ്യോഗിക രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീൻ അംഗീകരിക്കുന്നു. എന്ന് മാത്രമല്ല UN-ൽ ഒരു പ്രത്യേകമായ ഒരു ചർച്ച നടക്കുകയാണ്. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിൻ്റെ പ്രാഥമികമായ ചർച്ച എന്നുള്ളതാണ് അത് വിശേഷിപ്പിക്കപ്പെട്ടത്. ഫലസ്തീന് പ്രത്യേകമായ അവകാശങ്ങൾ നൽകണമോ എന്നുള്ളതായിരുന്നു ആ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിൽ ആകെയുണ്ടായിരുന്ന 193 രാജ്യങ്ങളിൽ 146 രാജ്യങ്ങളും ഫലസ്തീൻ ഒരു രാഷ്ട്രമായി അംഗീകരിക്കണം എന്നതിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന സാഹചര്യവും നമ്മൾ കാണുന്നു. പിന്നീട് അതേപോലെ തന്നെ ഇസ്രായേലിനേറ്റ വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലും അതേപോലെ തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും ഇതിന്റെ ഭാഗമായി നടപടികൾ എടുക്കുന്നു. ലോക തലത്തിൽ തന്നെ ഇസ്രായേലിനെതിരായ വികാരമായി തന്നെ ICC-യുടെയും ICJ-യുടെയും നടപടികൾ വരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് US ആണ് ഏറ്റവും കൂടുതൽ ഇസ്രായേലിന് പിന്തുണ നൽകുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്. പക്ഷേ ആ പിന്തുണ ഇനി എത്ര കാലം ഉണ്ടാകും എന്ന സംശയം ഉയർത്തുന്ന രൂപത്തിൽ US-ലെ യുവതലമുറയുടെ വലിയ പ്രതിഷേധം ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുന്നത് നമ്മൾ കണ്ടു. US-ലെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളെല്ലാം തന്നെ ഇളകി മറിയുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടത്. US-ലെ വളരെ പ്രധാനപ്പെട്ട തലമുറ, അതായത് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള തലമുറയിലെ വലിയ ശതമാനം 60% വരുന്നവർ ഇസ്രായേലിനെതിരായ നിലപാടെടുക്കുന്നു. US ഇസ്രായേലിന് ഫണ്ട് ചെയ്യാൻ പാടില്ല എന്ന നിലപാടിലേക്ക് വരുന്നു എന്നുള്ളതായിരുന്നു ഈ ഒരു കാലത്ത് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ അമേരിക്കൻ പിന്തുണ വരും കാലയളവിൽ എത്രയുണ്ടാകും എന്നതിനെ പോലും സംശയിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. മറ്റൊന്ന് ഇസ്രായേലിൻ്റെ തന്നെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ്. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രായേലിനുള്ളിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. നെതന്യാഹുവിനെതിരെ എല്ലാ ദിവസവും ടെലവീവിലും ജെറുസലേമിലും ഹൈഫയിലുമെല്ലാം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 50,000-ലധികം വരുന്ന ആളുകൾ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തു, തിരിച്ചുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാകുന്നു. വലിയ രൂപത്തിലുള്ള തിരിച്ചടികൾ ഇസ്രായേലിനുണ്ടാകുന്നു. എന്ന് മാത്രമല്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ അസ്തിത്വം തന്നെ എത്ര കാലം ഉണ്ടാകും എന്ന് ലോകതലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നു. ഇതൊരു അധിനിവേശ രാജ്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നും അല്ലെങ്കിൽ ഈ രാജ്യത്തിന് നിലനിൽക്കാൻ സാഹചര്യമുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ ഉയർന്നു വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഗസയിൽ 50,000-ഓളം ആളുകൾ കൊല്ലപ്പെടുന്നു. വിവിധ തലങ്ങളിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു, നേതാക്കൾ കൊല്ലപ്പെടുന്നു. ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ഫലസ്തീൻ രാഷ്ട്രം എന്ന ആത്യന്തികമായ പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഒക്ടോബർ 7-ഉം അതിനുശേഷമുള്ള സംഭവവികാസങ്ങളും എത്രത്തോളം പ്രധാനമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും.